ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കൃത്യമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഉത്സവാഘോഷ കമ്മിറ്റിക്കാരോടുള്ള ചില ആന ഉടമകളുടെ സമീപനം വേദനയോടെ കാണുന്നുവെന്ന് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ കുമരനെല്ലൂർ ദേശം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ഇപ്പോൾ നേരിടുന്ന പൂരകമ്മിറ്റിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ എല്ലാവരും ഉത്രാളിക്കാവ് പൂരമല്ല ചർച്ച ചെയ്യേണ്ടത്. അതിൽ കാതലായ ഒരു വിഷയം എന്ന് പറയുന്നത് ആനെഴുന്നള്ളിപ്പുകളിൽ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ പ്രതിസന്ധി വന്നപ്പോൾ സമരമുഖത്ത് രാവും പകലുമില്ലാതെ പ്രവർത്തിച്ച കമ്മിറ്റിക്കാരിൽ ഏതാനും ചില കമ്മിറ്റികളിൽപ്പെട്ട ആൾക്കാരാണ് ഉത്രാളിക്കാവ് പൂരം, തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ വിഭാഗക്കാർ. ഞങ്ങളോട് ചേർന്ന് നിന്ന വിവിധ കമ്മിറ്റികൾ വരെയുണ്ട്. ഞാൻ പെട്ടെന്ന് രണ്ട് മൂന്ന് പൂര കമ്മിറ്റിക്കാരുടെ പേര് പറഞ്ഞു വന്നു. പക്ഷേ ഇപ്പോൾ ആനോടമസ്ഥന്മാർ കാണിക്കുന്ന ഈ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കാരോട് കാണിക്കുന്ന സമീപനം ഞങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. ആനയ്ക്ക് മാന്യമായ പ്രതിഫലം അവർ ചോദിച്ചോട്ടെ, അതവരുടെ അവകാശമാണ്. അവരുടെ ആനയെ നോക്കുന്നതും അവരാണ്, അതിന് വില പറയാനുള്ള അധികാരവുമാണ്. പക്ഷേ ഇതൊരു ജീവിയാണ് എന്ന് ഒരു ഓർമ്മ വരുത്തിക്കൊണ്ട് ഇതിനെ എഴുന്നള്ളിക്കേണ്ടത് ഉത്സവങ്ങൾക്കാണ് എന്ന് ഓർത്തുകൊണ്ട് ഈ പൂരക്കാർ തമ്മിലുള്ള മത്സരത്തെ അത് ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് അതിനെ വില പേശിക്കൊണ്ട് ഡയറിയിൽ എല്ലാവരുടെയും എന്ത് തരാം നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് തരുന്ന എമൗണ്ടുകൾ ഡയറിയിൽ എഴുതി, ആ ദിവസത്തെ ഡയറിയിൽ എഴുതി അതിൽ ആര് കൂടുതൽ തരുന്നു അവർക്ക് കൊടുക്കുന്ന ഒരു രീതി. ഒരു ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇടപെടാൻ ഒരാൾക്കും അധികാരമില്ല, അയാളുടെ ആനയാണ്. പക്ഷേ പഴയകാലം, പൂർവ്വകാലം, ചരിത്രം മറക്കരുത്, ആചാരാനുഷ്ഠാനങ്ങൾ മറക്കരുത്. ഞങ്ങൾ ചെയ്ത ഈ ഉത്സവാഘോഷങ്ങൾ നിലനിന്നു പോകുവാൻ ഞങ്ങൾ ചെയ്ത ആ സ്മരണ അതുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാത്ത കമ്മിറ്റിക്കാർക്ക് അവർ പൈസ കൂടുതൽ തരും എന്നുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ അവിടേക്ക് ആന വിടുന്നു. അവരാരെയും ഞങ്ങൾ ഈ സമരമുഖത്ത് കണ്ടിട്ടില്ല, പങ്കെടുത്തവരുണ്ടാവാതിരിക്കാം. ഞാൻ ഇതെല്ലാം പറയുന്നത് ഏതാനും ചില ആൾക്കാർ എന്നുള്ള വാചകങ്ങൾ, ഏതാനും ചില ഉത്സവ കമ്മിറ്റിക്കാർ എന്നുള്ള വാചകങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉത്രാളിക്കാവ് പൂരം എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരുടെയൊക്കെ ഏതൊക്കെ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഞങ്ങൾ പൂരം ഭംഗിയാക്കുന്നതിന് വേണ്ടി കുമരനെല്ലൂർ ദേശവും ഉത്രാളിക്കാവിലെ വിവിധ പൂര കമ്മിറ്റിക്കാരും ഒത്തൊരുമിച്ച് പ്രയത്നിക്കുമെന്നും ഒത്തൊരുമിച്ച് ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതിജ്ഞയിലാണ് ഇന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിൻ്റെ ജനറൽ ബോഡി യോഗം അവസാനിപ്പിച്ചത്. മാധ്യമ സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ തരുന്ന പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ആന ഉടമസ്ഥരും ആഘോഷ കമ്മിറ്റികളും തമ്മിൽ പരസ്പരം വിശ്വാസവും സഹകരണവും പുലർത്തി കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി പരസ്പര സഹകരണം ഉറപ്പുവരുത്തണമെന്നും കുമരനെല്ലൂർ ദേശം ആവശ്യപ്പെട്ടു. या ब्रह्माच्युत शङ्कर प्रभृतिभ देवै सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा शुक्लां ब्रह्म विचार सार परमां आद्यां जगद्व्यापिनी वीणा पुस्तकधारिणी अभयदां जाड्यान्धकार. കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ബാലുമേനോന്നൊക്കെ വിളിക്കും കേട്ടോ, ബാലു എന്നും വിളിക്കും. ചിലപ്പോൾ അടുപ്പവും പൂരത്തിനിവിടെ കഥകളി നടത്തിയിട്ട്, അതൊക്കെ ഈ ബാലുവിൻ്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നടത്തിയിട്ട്
അപ്പൊ അങ്ങനെ കുമരനെല്ലൂർ ദേശമായിട്ട് ഈ ബാലുവിന്റെ ഗൾഫിൽ കുറെ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും കമ്മിറ്റിക്കാരോടും ഈ നാട്ടുകാരോടും എൻ്റെ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. 2026 നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ ഒരു മാമാങ്കത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി, എങ്കക്കാട്, കുമരനെല്ലൂർ വിഭാഗക്കാർ ഒരുമിച്ച് കൂടി വേറൊരു കമ്മിറ്റിയിലും ഇങ്ങനെ പൊതുയോഗം കൂടുമ്പോൾ മറ്റ് എതിർ കമ്മിറ്റിക്കാരെ വിളിക്കുന്ന ഒരു അനുഭവം എൻ്റെ അവിടെ ഉണ്ടായിട്ടില്ല, മറ്റുള്ളടത്തും ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷേ ഇത് എല്ലാ കമ്മിറ്റിക്കാരും ഈ എങ്കക്കാട് പൊതുയോഗം ഉണ്ടായാലും നിങ്ങൾ ഇവരെ വിളിക്കണം, വടക്കാഞ്ചേരി ഉണ്ടായാലും വിളിക്കണം എന്നൊക്കെ പറയാറ്. ഇതൊരു ഒത്തൊരുമയുടെ ഭാഗമാണ്. അപ്പം തന്നെ പൂരത്തിന് വലിപ്പം കൂടി. കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, എങ്കക്കാട് വടക്കാഞ്ചേരി ദേശം ഭാരവാഹികളായ PR സുരേഷ് കുമാർ, K സതീഷ് കുമാർ, വ്യാപാരി വ്യവസായി അസോസിയേഷൻ ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എന്നിവർ വിശിഷ്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. ദേശത്തിനായി വിശിഷ്ട സേവനം കാഴ്ചവെച്ച K ബാലകൃഷ്ണനെയും രാഹുൽ ഓലശ്ശേരിയെയും മെമന്റോ നൽകി ആദരിച്ചു. ഖജാൻജി P പ്രസാദ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി PA വിപിൻ സ്വാഗതം പറഞ്ഞു. ദേശ കമ്മിറ്റി ഭാരവാഹികളായ V ശ്രീധരൻ, വാസുദേവൻ കയറാട്ട്, KR രമേശ്, ഹരിദാസ് കയറാട്ട്, K ബാലകൃഷ്ണൻ, ശ്രീനാഥ് പുഴങ്കര, രാഹുൽ ഓലശ്ശേരി, P അയ്യപ്പൻകുട്ടി, K കൃഷ്ണകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അടുത്ത കൊല്ലത്തെ ഭാരവാഹികളായി AK സതീഷ് കുമാർ പ്രസിഡന്റ്, PA വിപിൻ ജനറൽ സെക്രട്ടറി, K ബാലകൃഷ്ണൻ വർക്കിംഗ് പ്രസിഡന്റ്, P പ്രസാദ് ഖജാൻജി എന്നിവരെ തെരഞ്ഞെടുത്തു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.